പക്ഷേ ഇതാ ഇന്ന് രാത്രിയുള്ള ഫ്ലൈറ്റ് അവർ ക്യാൻസലാക്കി നാളത്തേക്ക് മാറ്റി ഷെഡ്യൂൾ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിഷ്ണു, നാളെ എപ്പോഴാണ് ഫ്ലൈറ്റ് അവരുടെ? അതിന് മുൻപെങ്കിലും പട്ടിക നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇന്നിപ്പോൾ അമൽ റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള ചില സൂചനകൾ നമുക്ക് ഡൽഹിയിൽ ലഭിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഏറെ വൈകിയെങ്കിലും പട്ടിക പുറത്തിറക്കാനുള്ള തീവ്ര ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലും എത്താനാകാതെ നേതാക്കൾ തമ്മിലുള്ള തർക്കം മറുവശത്ത് തുടരുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ പട്ടിക ഇന്ന് രാത്രി പുറത്തിറക്കുമെന്ന് തന്നെയാണ് നേതാക്കളും ഒരുപോലെ ചോദിക്കുന്നത്. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇനിയും വളരെയധികം നേരം കാത്തുനിൽക്കേണ്ടി വരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 24-ഉം 48-ഉം അതോടൊപ്പം തന്നെ 72-ഉം പിന്നിട്ട ചർച്ചകൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. മാരത്തൺ ചർച്ചകൾ നടക്കുകയാണ്. ആവർത്തിച്ചുള്ള ഒരേ സ്വഭാവത്തിലുള്ള ചർച്ചകൾ വീണ്ടും വീണ്ടും നടക്കുകയാണ്. നേതൃയോഗങ്ങൾ ഒന്നിലേറെ തവണ നടക്കുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗങ്ങൾ നടക്കുന്നു. അതിന് പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ നടക്കുന്നു. ഒരു ദിവസം തന്നെ ഒന്നിലേറെ തവണ ഒരേ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നു ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിന്. അഥവാ ഇന്ന് രാത്രി പ്രഖ്യാപനം വരികയാണെങ്കിൽ മുഴുവൻ സീറ്റിലും ഇന്ന് പ്രഖ്യാപനമില്ല എന്നുള്ള വിവരങ്ങൾ വരികയാണ്. അതായത് കലഹമുള്ള സീറ്റുകളിൽ കണ്ണൂരും പെരുമ്പാവൂരും കൊച്ചിയിലും ഇന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന കാര്യം നമ്മൾ ഉറപ്പിക്കുകയാണ്. അങ്ങനെ എങ്ങനെയാണെങ്കിൽ പിന്നെയും എന്തിനാണ് വൈകിപ്പിക്കുന്നത്? ആ ഉറപ്പുള്ള നിങ്ങൾക്ക് ഒറ്റപ്പേരിലേക്ക് എത്തിയ സീറ്റുകളുണ്ടല്ലോ, അതെങ്കിലും പ്രഖ്യാപിക്കാൻ ഇപ്പോൾ ചെയ്തുകൂടെ കോൺഗ്രസ് എന്നൊരു ചോദ്യമുണ്ട്. അമൽ, അതെങ്കിലും ചെയ്തൂടെ? ഇതിൽ 4 സീറ്റുകളുടെ കാര്യത്തിലാണ് ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടത്. അതിൽ കോന്നിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. പെരുമ്പാവൂർ, ഇടുക്കി, കൊച്ചി, കണ്ണൂർ ഈ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ നേതൃത്വത്തിനാകുന്നില്ല. കൊച്ചിയിൽ ദീപ്തിയാണോ ഷിയാസ് ആണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഡൽഹിയിലെ ചർച്ചകൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിൽ മനോജ് മുത്തേടനാണോ ഉല്ലാസാണോ ഇനിയിപ്പോൾ എൽദോസ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകുന്നില്ല. ഇടുക്കിയിൽ ജോയ് വെട്ടിക്കുഴി കാത്തിരിക്കുന്നു, റോയ് കെ പോലോസ് കാത്തിരിക്കുന്നു, അലോഷ്യസ് സേവ്യർ കാത്തിരിക്കുന്നു. ഒരു പേരങ്ങ് പ്രഖ്യാപിച്ചാൽ നാളെ മുതലെങ്കിലും പ്രചരണം തുടങ്ങാമെന്നുള്ള നിലയിലാണ് പ്രവർത്തകരും. അതോടൊപ്പം തന്നെ സുധാകരൻ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുമോ എന്നുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് കണ്ണൂർ കാത്തിരിക്കുന്നത്. ചർച്ചകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുമ്പോഴും അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം പെരുമ്പാവൂർ വിജയസാധ്യതയുള്ള ഒരു സീറ്റാണ്. അതോടൊപ്പം തന്നെ കൊച്ചിയിലും നല്ല മത്സരം കാഴ്ചവെച്ച് വിജയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റാണ്. ഇടുക്കിയിലാണെങ്കിൽ റോഷി അഗസ്റ്റിൻ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അപ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തേക്ക് ഇറക്കിയാൽ ഇടുക്കിയും തിരിച്ചുപിടിക്കാം. കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്തതാണ് കേരള കോൺഗ്രസിൽ നിന്നും. അപ്പോൾ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ്. കണ്ണൂരിൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള സീറ്റ്. കെ സുധാകരനാണ് എങ്കിൽ കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ബാലഗോപാൽ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബാലു, അതായത് ഇന്ന് ഇപ്പോൾ ഈ സമയം 11 മണിയാകുന്നു. ഇന്ന് 2ാം ഘട്ട പട്ടിക വരുമോ? അതിൽ ബാക്കിയുള്ള സീറ്റുകൾ മുഴുവൻ പ്രഖ്യാപിക്കുമോ കോൺഗ്രസ്? 2ാം ഘട്ട പട്ടികയെ ഇന്ന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ, തിടുക്കപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ആധികാരികമായി ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയും. മുഴുവൻ പേരുകളുമുള്ള പട്ടിക ഇന്ന് പുറത്തിറങ്ങില്ല. എംപിമാർ കെ സുധാകരൻ, അടൂർ പ്രകാശ് എന്നിവരുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി നടക്കുന്നതായിരിക്കും. ഇതിന് പുറമെ ഈ ചില മണ്ഡലങ്ങൾ സംബന്ധിച്ചുള്ള തർക്കവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ്. അത് അക്കാര്യം CEC കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് ഈ എംപിമാരുടെ കാര്യത്തിലാണ്. അതിനു പുറമെ 7 മണ്ഡലങ്ങളുടെ കാര്യത്തിലും ഈ തർക്കം നിലനിൽക്കുകയാണ്. ഈ ഒറ്റപ്പേരിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആ 7 മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വിശദാംശങ്ങളും നമുക്ക് വൈകാതെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതായാലും ഈ ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ നിന്ന് VD സതീശനും അതുപോലെ തന്നെ സണ്ണി ജോസഫും മൻസൂദൻ മിസ്ത്രിയും അടക്കമുള്ളവർ അല്പം സമയം മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവർ ഇപ്പോഴും എംപിമാരുടെ കാര്യത്തിൽ, അതായത് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുമോ ഇല്ലേ, യെസ് ഓർ നോ ഒരു ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല ഹൈക്കമാൻഡ്. ഇല്ല, അങ്ങനെ എത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള തർക്കം തുടരുകയാണ്. ആ മണ്ഡലങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ, അതായത് കെ സുധാകരനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ വിവരങ്ങൾ ഈ നിമിഷം ബാലു നമുക്ക് പങ്കുവയ്ക്കുകയാണ്.